ഹായ് ഓൾ ദ റിയൽ സിവിൽ എഞ്ചിനീയറിംഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഞാൻ മുന്നേ പ്രീവിയസ്ലി റിലീസ് ചെയ്തിട്ടുള്ള 2 വീഡിയോകളായിരുന്നു എങ്ങനെ നമുക്ക് സിവിൽ എഞ്ചിനീയറിംഗ് ലൈസൻസ് എടുക്കാം, അതുപോലെ തന്നെ ഏതൊക്കെ തരത്തിലുള്ള ലൈസൻസുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോയുടെ താഴെ ഞാൻ പറഞ്ഞിരുന്നു എങ്ങനെ നമുക്ക് ഓൺലൈനായിട്ട് ഇതിന്റെ അപ്ലിക്കേഷൻ ഫീസും അല്ലെങ്കിൽ നമ്മുടെ ലൈസൻസിന്റെ ഫീസായ 6000 5000 വാട്ടെവർ എത്രയാണ് നമ്മുടെ കറസ്പോണ്ടിങ് ലൈസൻസിന്റെ ഫീസ്, അതൊക്കെ എങ്ങനെ ഓൺലൈനായിട്ട് അടയ്ക്കാം എന്നുള്ള വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അതാണ് ഇപ്പോൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ട്രഷറി സിസ്റ്റം വഴി നമുക്ക് ഇതിന്റെ അപ്ലിക്കേഷൻ ഫീസായ 45, അതുപോലെ തന്നെ 45 രൂപയും, അതുപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന എത്രയാണോ റിന്യൂവൽ ഫീസോ അല്ലെങ്കിൽ ലൈസൻസിന്റെ ഫീസൊക്കെ എത്രയാണ് അതൊക്കെ നമുക്ക് ഈ ട്രഷറി സിസ്റ്റത്തിലൂടെ അടയ്ക്കാം. അതിന്റെ റെസീറ്റ് നമ്മൾ പ്രിന്റ് അടിച്ച് ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ പറയുന്ന ചലാൻ നമ്മൾ ജനറേറ്റ് ചെയ്യുമ്പോൾ ഒരു GRN നമ്പർ ലഭിക്കും. ഞാനിത് വീഡിയോയിൽ കാണിച്ചിരുന്നുണ്ട്. അത് സ്ക്രീൻഷോട്ട് എടുത്തോ എഴുതി വെക്കാനോ പ്രത്യേകം ശ്രദ്ധിക്കാം. നമുക്ക് എപ്പോഴെങ്കിലും റെസീറ്റ് ചലാൻ നമുക്ക് ഈ ട്രഷറിയിൽ നിന്ന് പ്രിന്റ് അടിക്കണമെങ്കിൽ നമുക്ക് ഈ പറയുന്ന GRN നമ്പർ നമുക്ക് ആവശ്യമാണ്. ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അത് ഒന്നുകൂടി ആദ്യമേ ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ. അല്ലെങ്കിൽ നമുക്ക് അതിന്റെ റെസീറ്റ് പിന്നീട് ജനറേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്നത് മൊബൈലിലാണെങ്കിൽ നമുക്ക് പ്രിന്റ് അടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കില്ല. ചിലപ്പോൾ PDF ആയിട്ട് സേവ് ചെയ്യാനൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പറയുന്ന GRN നമ്പർ നമ്മൾ സേവ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ റെസീറ്റ് അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അഡ്രസ്സ് ഒരിക്കലും മാറിപ്പോകരുത്. നമ്മൾ കൃത്യം നമ്മൾ ലൈസൻസിന് അപ്ലൈ ചെയ്തിട്ടുള്ള അതേ ലൈസൻസിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അഡ്രസ്സ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും ഡീറ്റെയിൽസ് കൊടുക്കണമെങ്കിൽ അതിൽ കൊടുത്തുള്ള സെയിം കാര്യങ്ങൾ തന്നെ ഇവിടെ കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഞാനൊരു ട്രയലാണ് കാണിച്ചിരുന്നത്. നമുക്ക് ജസ്റ്റ് ഗൂഗിളിൽ നമുക്ക് ഈ ട്രഷറി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഈ ട്രഷറി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൽ ആദ്യം കാണുന്ന ടാബിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന വിൻഡോയിൽ നമ്മൾ ചെയ്യേണ്ടത് ഡിപ്പാർട്ട്മെന്റൽ റെസിപ്റ്റ്സ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഡിപ്പാർട്ട്മെന്റൽ റെസിപ്റ്റ്സ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ചലാൻ ഡിപ്പാർട്ട്മെന്റൽ റെസിപ്റ്റ് എന്ന് പറയുന്നൊരു ടാബ് ഓപ്പൺ ആയി വരും. അതിൽ നമ്മൾ ഡിപ്പാർട്ട്മെന്റ് എന്ന് നമ്മൾ സെലക്ട് ചെയ്യാം. ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മുനിസിപ്പൽ അഡ്മിനിസ്ട്രേഷൻ ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ M ആൽഫബറ്റിക് ഓർഡറിലാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ മുനിസിപ്പൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഡിപ്പാർട്ട്മെന്റ് മുനിസിപ്പൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഡിസ്ട്രിക്റ്റ് എവിടെയാണോ നിങ്ങളുടെ RJD ഓഫീസ് വരുന്നത്, ഇപ്പോൾ എനിക്ക് എറണാകുളത്താണ്, എറണാകുളം എന്നുള്ള ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ നെയിമോ ഓഫീസ് നെയിം റീജിയണൽ ഡയറക്ടർ ഓഫീസ് ആണ് അല്ലേ, REG ഡയറക്ടർ അർബൻ അഫയേഴ്സ് കൊച്ചി, REG ഡയറക്ടർ അർബൻ അഫയേഴ്സ് കൊച്ചി എന്നുള്ളതാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ കൊല്ലം റീജിയൻ ആണെങ്കിൽ ഇവിടെ എന്താ കൊല്ലമാണ് വരിക. അപ്പോൾ അത് നിങ്ങൾ ഏത് ഡിസ്ട്രിക്റ്റ് ആണ് സെലക്ട് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് ഇവിടെയും നമ്മൾ നോക്കിയിട്ട് സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമുക്ക് വേണ്ട എറണാകുളത്ത് ആയതുകൊണ്ട് റീജിയണൽ REG ഡയറക്ടർ അർബൻ അഫയേഴ്സ് കൊച്ചി എന്നുള്ളതാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ദെൻ അതിൻ്റെ ഡിപ്പാർട്ട്മെന്റ് റെഫറൻസ് നമ്പറൊക്കെ ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട്. ദെൻ റെമിറ്റൻസ് ഹെഡ്, ഇപ്പോൾ എനിക്കിപ്പോൾ ഇവിടുത്തെ അറിയാവുന്നതുകൊണ്ട് ഞാനിപ്പോൾ 0217 എന്ന് പറയുന്ന ആദ്യം കാണുന്ന അക്കൗണ്ടിലേക്കാണ് ഈ പറയുന്ന ഇത് അടയ്ക്കേണ്ടത്. അപ്പോൾ നമ്മളത് ക്ലിക്ക് ചെയ്തു, ആ ഹെഡ് ക്ലിക്ക് ചെയ്തു. ദെൻ എമൗണ്ട് ഇപ്പോൾ 45,000 45 രൂപയാണെങ്കിൽ 45 രൂപ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്തു. ദെൻ അതുപോലെ തന്നെ നെക്സ്റ്റ് പേഴ്സണൽ അഡ്രസ്സ് ആണ്. പേഴ്സണൽ അഡ്രസ്സ് ഇപ്പോൾ ഞാൻ എൻ്റെ പേര് കൊടുക്കുന്നു, പിൻകോഡ് കൊടുക്കുന്നു. ദെൻ TA നമ്പർ കൊടുക്കണ്ട, പാൻ കാർഡ് നമ്പർ നമുക്ക് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾ കൊടുത്തോളൂ. അതുപോലെ തന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം. ബ്ലോക്ക്, ലൊക്കാലിറ്റി, ഏരിയ ഇതൊക്കെ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം. കൊടുക്കുന്നതൊക്കെ വളരെ ജെനുവിൻ ആയിരിക്കണം. കൃത്യമായിട്ട് അഡ്രസ് പ്രൂഫിലുള്ള അതേ കാര്യങ്ങൾ വേണം നമ്മൾ എന്ത് ചെയ്യുക ഇതിൽ കൊടുക്കാനായിട്ട്. ഇത്തരം കാര്യങ്ങൾ കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് എന്ത് ചെയ്യുക, പ്രൊസീജിയർ കൊടുക്കാം. പ്രൊസീജിയർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഈ പറഞ്ഞതിൻ്റെ ഒരു നമ്മൾ കൊടുത്തതൊന്നും ഒരു പേയ്മെന്റ് സമ്മർ എന്ന രീതിയിൽ വന്നിട്ടുണ്ട്. ഒക്കെ ചെക്ക് ചെയ്യുക, ക്യാഷ് ഒക്കെ കൊടുത്ത് കറക്റ്റ് അല്ലേ നോക്കാം. പാൻ കാർഡോ അതുപോലത്തെ നമ്മൾ കുറെ കൊടുക്കാത്തതുണ്ട്. ഒക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് ഉണ്ടെങ്കിൽ അവൈലബിൾ ആണെങ്കിൽ അത് കൊടുത്തേക്കണം കേട്ടോ. ഓക്കെ, പർപ്പസ് ചോദിക്കുന്നുണ്ട്. പർപ്പസ് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഒന്നെങ്കിൽ ന്യൂ അപ്ലിക്കേഷനോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ന്യൂ അപ്ലിക്കേഷൻ അല്ലെങ്കിൽ റിന്യൂവൽ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ടെക്സ്റ്റ് ചെയ്ത് കൊടുക്കാം. എന്തിനാണ് നമ്മൾ ഈ പറയുന്ന പൈസ അടയ്ക്കുന്നത് എന്നുള്ളത്. ന്യൂ അപ്ലിക്കേഷൻ കൊടുക്കാം. നെക്സ്റ്റ് പ്രൊസീഡ് ഫോർ പേയ്മെന്റ് എന്നുള്ള ഓപ്ഷനാണ്, അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ഗേറ്റ് വേകളുണ്ട്. ഇത് ഇവിടെ തൊട്ടിട്ട് നമുക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല, കാരണം നിങ്ങൾക്കൊക്കെ ഇപ്പം എല്ലാവരും ഓൺലൈൻ ചെയ്യുന്നതാണ്. UPI ഉണ്ട്, അതുപോലെ തന്നെ CAD ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ കറസ്പോണ്ടിങ് പേയ്മെന്റ് ഗേറ്റ് വേ അതിലൂടെ നിങ്ങൾ പേയ്മെന്റ് ചെയ്തേക്കാതെ UPI പേയ്മെന്റ് എന്നുള്ള സിസ്റ്റം ഒക്കെ ഉണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ ഈ പറഞ്ഞ ഗേറ്റ് വേയിൽ ക്ലിക്ക് ചെയ്യുക, ന്യൂ പ്രൊസീഡ് ഫോർ പേയ്മെന്റ്. അത് ഞാൻ ആ പേയ്മെന്റ് സിസ്റ്റം ഞാൻ പറയണില്ല, കാരണം നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ വന്നതിന് ശേഷം കാർഡോ UPI ആണെങ്കിൽ നിങ്ങളുടേതായ രീതിയിൽ സെലക്ട് ചെയ്ത് കൊടുത്തേക്കാം. നമ്മൾ പ്രൊസീഡ് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, GRN നമ്പർ എന്ന് പറയുന്ന നമ്പർ ഉണ്ട്. ഇത് കാണിച്ചു തരാനാണ് ഞാൻ ഇത്രയും ചെയ്തത്.
GRN നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു KL022 എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ കാണിക്കുന്നുണ്ട്. ഈ നമ്പർ നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കണം. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് പ്രിന്റ് അടിക്കാനുള്ള ഓപ്ഷൻ കിട്ടിയില്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും ഈ ട്രഷറിയുടെ ചലാൻ പ്രിന്റ് അടിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന GRN നമ്പർ ആവശ്യമാണ്. അപ്പോൾ ഒന്ന് മൊബൈലിലാണോ ലാപ്ടോപ്പിലാണോ ചെയ്യണമെങ്കിൽ അതൊന്ന് സ്ക്രീൻഷോട്ടിൽ എടുത്ത് വയ്ക്കാം. ഫർദർ റെഫറൻസിന് എപ്പോഴെങ്കിലും ചലാൻ പ്രിന്റ് അടിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പർ ഉണ്ടായാൽ നമുക്ക് സെർച്ച് ചലാൻ എന്നുള്ള ഓപ്ഷനിലൂടെ നമുക്ക് പ്രിന്റ് അടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഫോട്ടോ എടുത്ത് അല്ലെങ്കിൽ ആ പറയുന്ന GRN നമ്പർ എഴുതി വെച്ചതിന് ശേഷം നമ്മൾ ഓക്കെ കൊടുക്കുക. നമ്മുടെ എന്താണോ നമ്മുടെ പേയ്മെന്റ് പ്രൊസീജിയർ അതിലൂടെ നമ്മൾ പേയ്മെന്റ് കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ എനിക്കിപ്പോൾ ആവശ്യമില്ല, അതുകൊണ്ടാണ് ഞാനത് പേയ്മെന്റ് പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്ത് പോകാത്തത്. അപ്പോൾ നിങ്ങളുടേതായ രീതിയിൽ പേയ്മെന്റ് പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുക. അപ്പോൾ ഈ ട്രഷറി ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ ഈ പറയുന്ന ഫീസ് അടയ്ക്കേണ്ടതെന്ന് ക്ലിയർ ആയി. ഇതുപോലെ തന്നെ നമ്മൾ 6000 രൂപ ഫീസും അടയ്ക്കേണ്ടത്, റിന്യൂ ചെയ്യുമ്പോൾ ഫീസും അടയ്ക്കേണ്ടത് ഇതുപോലെ തന്നെയാണ്. അതുപോലെ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഈ ട്രഷറി അടച്ചു കഴിഞ്ഞാൽ ചലാന്റെ കോപ്പി നമ്മൾ എന്തിൻ്റെ കൂടെ വെക്കണം, ഈ പറയുന്ന ആപ്ലിക്കേഷൻ്റെ കൂടെ നമ്മൾ പ്രിന്റ് അടിച്ച് വെക്കേണ്ടതാണ്. ഓക്കെ.